ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമായ ഘടകങ്ങൾ: ഒന്ന്, ചക്കക്കൂഞ്ഞ് നമ്മൾ പീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനോടൊപ്പം അതിൻ്റെ മാവ് തയ്യാറാക്കി വെച്ചിരുന്നു. ഇതിൻ്റെ മാവ് എന്ന് പറയുന്നത് അല്പം മൈദമാവ്, നമ്മൾ ഇതിന് ആവശ്യാനുസരണമുള്ള മൈദമാവ് എടുക്കുന്നു. അതിനോടൊപ്പം ഉപ്പ് ചേർക്കുന്നു, ജീരകപ്പൊടി, ചുക്കുപൊടി ഇവ ചേർക്കുന്നു. അതിനോടൊപ്പം ഒരു മുട്ടയുടെ വെള്ള ചേർത്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതിനാവശ്യമായ അപ്പക്കാരം അല്ല സോഡ പൊടി ചേർത്തിരിക്കുന്നു. ഇത് ചേർത്ത് ഇളക്കി വെച്ച് ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ അത് കുതിർന്ന് പൊങ്ങിയിരിക്കും. അപ്പം പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ചക്കക്കൂഞ്ഞ് നമ്മൾ വറുത്തെടുക്കുകയാണ്. കാരണം ഈ ചക്കക്കൂഞ്ഞ് ജലാംശം ഉള്ളതുകൊണ്ട് അത് വറുത്തെടുത്തെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും വേവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ മാവ് മുക്കിയിടുമ്പോൾ മാവ് മൂത്താലും ഈ ചക്കക്കൂഞ്ഞ് മൂക്കത്തില്ല. അപ്പം അത് നമ്മൾ ചക്കക്കൂഞ്ഞ് മൂക്കാനെടുക്കുന്നു. ഈ വിഭവം നമ്മൾ ഈ ഷുഗറൊക്കെയുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചോളം വളരെ ഗുണപ്രദമാണ്. കാരണം ഇതിൽ മധുരത്തിൻ്റെ കണ്ടൻറ്റ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ ചക്കയിൽ ഉള്ള ഔഷധ ഗുണങ്ങളെ ഒരംശം, എല്ലാ അംശവും നമുക്ക് കിട്ടുന്ന ഒരംശമെങ്കിലും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുമെന്നും പറയാം. എങ്കിലും എണ്ണയിൽ വറക്കുന്ന ആഹാര സാധനങ്ങൾ എല്ലാവരും വളരെ കുറയ്ക്കുക. അത് നമുക്ക് കൊളസ്ട്രോളിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം നൽകും എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളു. അപ്പോൾ നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വലിയ കൂഞ്ഞ് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചുരുങ്ങി വരുന്നതാണ്. ഇത് നമ്മൾ മാവിൻ്റെ അകത്തേക്ക് ഇടുന്നു. ഇത് മാവിലിട്ട് നമ്മൾ വീണ്ടും ഇളക്കുകയാണ്. ഈ ഇളക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അതിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു സീസണിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. ഈ ചക്കയുടെ സീസണിൽ മാത്രം കിട്ടുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇപ്പോൾ കായ്ക്കുന്ന ചക്കകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഇടയ്ക്ക് ചെയ്ത് നോക്കാം. ഒരു 4 മണി ഫുഡായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. 4 മണി ഫുഡായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗുണം എന്തെന്ന് വെച്ചാൽ മധുരമില്ല, ഒരു സ്നാക്സായിട്ട് കഴിക്കുക. ഇടയ്ക്ക് ഒരു ചായക്കൊരു നമുക്കൊരു വെറൈറ്റി. വലിയ അമിത രുചി പറയാനില്ല, എങ്കിലും ഒരു മീഡിയം രുചിയുണ്ട്. ചക്ക ഉപ്പേരി വറക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ചെറിയ രുചി കൂടി ഈ ചക്കയുടെ കൂഞ്ഞിൻ്റെ അകത്തുണ്ട്, വറുത്ത് വരുമ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, അതിനോടൊപ്പം തന്നെ ഇതൊക്കെ ചൂടോട് തന്നെ ഈ സ്നാക്സ് വർഗ്ഗത്തിൽ പെടുന്ന ഇതുപോലെയൊക്കെയുള്ള അപ്പങ്ങൾ ചൂടോട് കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഇതിനത്ര രുചി ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അത്രയും രുചി ശ്രദ്ധയിൽ വരുന്നില്ല. കാരണം നമ്മൾ ഇതിൻ്റെ രുചി നോക്കുമ്പോൾ രുചിയെക്കുറിച്ചും പറഞ്ഞാൽ, അല്ല നമ്മൾ അതിമനോഹരം രുചികരം എന്ന് പറഞ്ഞേക്കാളും ഒരു ആവറേജ് രുചി, അതിനപ്പുറം ഹൈ രുചി എന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ, അല്ലെ ഇതിനകത്ത് മധുരങ്ങൾ ചേർക്കുന്നവർക്കാണ് അത് രുചി എന്ന് പറയുന്നത്. നമ്മൾ മധുരങ്ങളൊന്നും ചേർക്കുന്നില്ല. നാച്ചുറൽ ആയതുകൊണ്ട് അമിത രുചി ഇല്ലാത്തതും ശരീരത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.